ചെങ്ങന്നൂർ പാറക്കടവിൽ ശബരിമല തീർത്ഥാടകരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. തമിഴ്നാട് സ്വദേശികളായ സന്തോഷ്, അവിനാഷ് എന്നീ യുവാക്കളാണ് അപകടത്തിൽപ്പെട്ടത്. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, എപ്പോഴാണ് ഈ സംഭവം? എങ്ങനെയാണ് അപകടമുണ്ടായത്? തിരച്ചിൽ എങ്ങനെ മനീഷ്? റിജിത്ത്, ഈ അപകടം ഉണ്ടാകുന്നത് ഇന്ന് വൈകിട്ട് 5:30 ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കാണാതായ രണ്ടുപേരുടെയും മൃതദേഹം നിലവിൽ ലഭിച്ചിട്ടുണ്ട്. 7 മണിയോടുകൂടി തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. സംഭവം ഉണ്ടാകുന്ന 5:30 ഇവർ ഇന്ന്, അതായത് കഴിഞ്ഞ ദിവസം ഇവർ ശബരിമല ദർശനം നടത്തി പമ്പയിൽ നിന്ന് ചെങ്ങന്നൂരിൽ ഇന്ന് രാത്രി 7:30 തന്നെ ചെന്നൈ മെയിലിൽ അവരുടെ ചെന്നൈയിലേക്ക് പോകാൻ ഇരുന്നതാണ്. അതിന് മുമ്പെയാണ് ഇന്ന് 5:30 ഈ പമ്പയാറിന്റെ ഭാഗമായിട്ടുള്ള പാറക്കടവിൽ ഇവർ കുളിക്കാൻ ഇറങ്ങിയത്. 20 അംഗ സംഘമായിരുന്നു ഉണ്ട്. അത് 2 പേരാണ് ഒഴുക്കിൽപ്പെട്ടത്. ഒന്ന് ചെന്നൈ ടി നഗർ 70 സന്തോഷ്, മറ്റൊന്ന് അവിനാഷ് ആണ്. ഇവർ രണ്ടുപേരുടെ മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. ഈ മുങ്ങിത്താഴ്, അതായത് കുളിക്കാൻ ഇറങ്ങിയ 2 പേരിൽ സന്തോഷ് മുങ്ങിത്താഴപ്പോൾ രക്ഷിക്കാൻ വേണ്ടി അവിനാഷ് പോയതാണ്. ആ സമയത്താണ് അവിനാഷും ഒഴുക്കിൽപ്പെട്ടു പോയതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. 22 പേരടങ്ങുന്ന സംഘമാണ് ഞായറാഴ്ച ശബരിമല ദർശനത്തിന് എത്തിയത്. സംഘത്തിൽ 3 സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട്. അല്പനേരം മുൻപാണ് ഈ കാണാതായ 2 പേരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും നടത്തിയ തെരച്ചിലിനൊടുവിലാണ് 7 മണിയോടുകൂടി തന്നെ ഈ പമ്പയാറ്റിൽ ഈ സ്ഥലത്ത് നിന്നും, അതായത് പമ്പയാറ്റിൽ പാറക്കടവ് ഭാഗത്തു നിന്നും 2 പേരുടെ മൃതദേഹം ലഭിച്ചത്. ശ്രീജിത്ത്. ശരി, മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. ചെങ്ങന്നൂർ പാറക്കടവിലാണ് ശബരിമല തീർത്ഥാടകർ ഒഴുക്കിൽപ്പെട്ട് മരിച്ചിരിക്കുന്നത്. 2 പേരാണ് മരിച്ചത്. തമിഴ്നാട് സ്വദേശികളായ സന്തോഷും അവിനാഷും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.